പ്ലസ് വണ്ണിലേക്ക് കയറിയ കുട്ടികൾക്ക് നമ്മൾ ഓറിയൻറ്റേഷനിൽ കുറേ നല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറഞ്ഞു നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ എനിക്ക് 90% മുകളിൽ കിട്ടും, 95 കിട്ടും. നമ്മുടെ പ്ലസ് വൺ ബാച്ചിലെ ടോപ്പേഴ്സിനെ പോലെ 29 കേരള സ്റ്റേറ്റ് ടോപ്പേഴ്സിനെ പോലെ 520 വേണം നിങ്ങൾക്ക് കിട്ടാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാനൊരു ഗ്യാരണ്ടി തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 90% എന്തായാലും കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒന്നും നമ്മൾ പ്ലസ് വൺ പ്ലസ് ടുവിൽ ജയിക്കുന്നതിനെ പറ്റി തോക്കിനെ പറ്റിയ കാര്യം പറഞ്ഞിട്ടില്ല. കാരണം അത് ആർക്കാ ജയിക്കുന്നൊക്കെ ഒരു വലിയ സംഭവമാണോ? സിമ്പിളായി ജയിക്കില്ല. 10ാം ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ്, ഫുൾ A+ കിട്ടിയതാണ്, സിമ്പിളായിട്ട് ജയിച്ചു വന്നല്ലേ. ഇപ്പം ഇതിപ്പോൾ ജയിക്കുന്നതിനെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പം കഴിഞ്ഞ വർഷത്തെ ഒരു ആർട്ടിക്കിളാണ്. +2 കുട്ടികൾ പരീക്ഷ എഴുതിയപ്പോൾ അതിൽ 78.69% കുട്ടികൾ ജയിച്ചു, വിജയ ശതമാനം. അതൊരു നല്ല കാര്യമാണ് ശരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം ബാക്കിയുള്ള 21%, 25% കുട്ടികൾ എന്താണ്? അവർ തോറ്റു. അവരും ഈ 5ാം ക്ലാസ്സും 6ാം ക്ലാസ്സും 10ാം ക്ലാസ്സും ഒക്കെ പഠിച്ച് പാസ്സായി വന്നവരാണ്. അതിൽ തോറ്റവരൊന്നല്ല, അവിടെ എത്താത്തവരൊന്നല്ല, അവിടെ എത്തിയവരാണ് പാസ് ചെയ്ത്. എന്നിട്ട് തോറ്റു. ഇനി നിങ്ങളിത് മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്ലസ് വൺ പ്ലസ് ടു തോക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. 20% കുട്ടികൾ തോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 50 കുട്ടികളുടെ ക്ലാസ്സിൽ 10 കുട്ടികൾ തോറ്റു. എല്ലാ കേരളത്തിലെ സ്കൂളിലും 50 കുട്ടികളുടെ ക്ലാസ് 10 കുട്ടികൾക്ക് തോക്കാം. അതിന് തുല്യമായിട്ടാണ് കുട്ടികൾ തോറ്റിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ചുറ്റും തിരിഞ്ഞു നോക്കിയാൽ അതിൽ 10 കുട്ടികൾ തോക്കും. നിങ്ങൾ ആലോചിക്കേണ്ടത് ആ 10 കുട്ടികൾ നിങ്ങളുണ്ടാവുമോ? വേണമെങ്കിൽ ഉണ്ടാവാല്ലേ. ഒന്ന് ഉഴപ്പിയാൽ ക്ലാസ്സിലെ ഒരു കുട്ടിയൊന്നല്ല തോക്കുന്നത്, 2 കുട്ടിയൊന്നല്ല തോക്കുന്നത്, 10 കുട്ടികൾ തോക്കുന്നില്ലേ? വേണമെങ്കിൽ അതിൽ പെടാം. ഇനി നോക്കിക്കോ, ഈ വർഷങ്ങളൊക്കെ ഇനിയും ഈ ഫെയിലിയർ റേറ്റ് കൂടാൻ പോകണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നതുകൊണ്ടല്ല. പ്ലസ് വൺ പ്ലസ് ടുവിൻ്റെ എക്സാമിന് ഡിഫിക്കൽട്ടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലെവൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളുടെ ലെവലനുസരിച്ച് കൂടുന്നുണ്ടോ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത് കൂടാൻ ചാൻസ് ഇനിയുമുണ്ട്. ഇനി ഈ വീഡിയോൻ്റെ ഉദ്ദേശം നിങ്ങളെ പേടിപ്പിച്ച് വിടാനല്ല, ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഠിച്ചോളും എന്ന് വിചാരിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടല്ല. ഇതിനൊരു പരിഹാരമുണ്ട്. അതിന് 100% പെർഫെക്റ്റ് പരിഹാരമുണ്ട്. എന്താ പെർഫെക്റ്റ് പരിഹാരം? ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ തോക്കാനുള്ള ചാൻസ് 20% അല്ലേ? ഒരു സംശയമില്ല. അൺലെസ് നിങ്ങളെന്തോ സ്പെഷ്യൽ ആളാണെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താം. അല്ലെങ്കിൽ നിങ്ങളുടെ സാധാരണ ഒരു കുട്ടിയാണെങ്കിൽ നിങ്ങൾ തോക്കാൻ 20% ഉണ്ട്. 80% ജയിക്കാനുണ്ട്, 20% തോക്കാനുണ്ട്. നമ്മുടെ വിഷയം എന്താണ്? നമുക്ക് വേണ്ടത് 20% തോക്കാനുള്ള സാധനം അത് 0 ആക്കണം. നിങ്ങൾ തോക്കാനുള്ള ചാൻസ് 0% ആക്കണം. നിങ്ങൾ എന്തായാലും ജയിക്കണം. ഒരു നല്ലൊരു ഫീലിംഗ് ആണ്, ഞാൻ എന്തായാലും ജയിക്കും. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും. എന്താ ചെയ്യേണ്ടത്? സാറേ ഞാൻ എല്ലാ ദിവസവും 1 മണിക്കൂർ പഠിക്കണോ? എല്ലാ ദിവസവും 2 മണിക്കൂർ പഠിക്കണോ? ഞാൻ ഫിസിക്സ് ഇങ്ങനെ പഠിക്കണം, മറ്റേ പഠിക്കണം, ഇങ്ങനെ പഠിക്കണോ? നിങ്ങൾ എങ്ങനെയും പഠിക്കണ്ട. നിങ്ങൾ ചെയ്യേണ്ട അത്രയേ അറിയുള്ളൂ. നിങ്ങൾ സിലബസ് തീർത്താൽ മതി. നിങ്ങളുടെ പ്ലസ് വണ്ണിൽ നിങ്ങൾ ഫിസിക്സ് സയൻസ് ആണെങ്കിലും നിങ്ങൾ കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നിങ്ങൾ കറക്റ്റ് സമയങ്ങളിൽ നിങ്ങളുടെ സിലബസുകൾ തീർത്ത് പോയാൽ ഞാൻ ഗ്യാരണ്ടി തരികയാണ്, നിങ്ങൾ ഒരു കാരണവശാലും തോക്കില്ല. 20%, 10%, 5%, 1% അല്ല, നിങ്ങൾ 0% നിങ്ങൾ തോക്കില്ല, ഗ്യാരണ്ടി. പക്ഷെ സിലബസ് തീർക്കണം എന്നാണ്. എങ്ങനെ തീർക്കണം? സമയത്തിനനുസരിച്ച് തീർക്കണം. സമയത്തിനനുസരിച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഓണം എക്സാമിൻ്റെ സിലബസ് ഓണം എക്സാമിന് മുൻപ് തീർക്കണം. ക്രിസ്മസിൻ്റെ സിലബസ് ക്രിസ്മസ് എക്സാമിന് മുൻപ് തീർക്കണം. ഇത് 10ാം ക്ലാസ്സിൽ പോലെ ആയിരിക്കില്ല കേട്ടോ. 10ാം ക്ലാസ്സിൽ ഫിസിക്സിൽ ഓണം എക്സാമിന് 2.5 ചാപ്റ്റർ, പ്ലസ് വണ്ണിൽ അത് 4 to 5 ചാപ്റ്റേഴ്സ് ആയിരിക്കും. ഓരോ സബ്ജക്റ്റിലും 4 to 5 ചാപ്റ്റേഴ്സ്. അത് 10ാം ക്ലാസ്സിൻ്റെ ഡബിൾ കണ്ടന്റുള്ള ചാപ്റ്റേഴ്സാണ്. അപ്പോൾ പണി എളുപ്പമല്ല. നമ്മുടെ ഇപ്രാവശ്യത്തെ ലക്ഷ്യം എളുപ്പമല്ല. ഈ സിലബസ് തീർക്കാൻ തന്നെ പലരും സ്ട്രഗിൾ ചെയ്യും. നോക്കിക്കോ, ഓണം എക്സാം ആകുമ്പോൾ ഞാനിപ്പോൾ പറയുന്നത് സിമ്പിളായിരുന്നു. സാർ സിലബസ് തീർക്കല്ല, ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ എന്ന് ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പ്ലസ് വൺ തുടങ്ങിയിട്ട് നിങ്ങൾ ഏത് കൊമേഴ്സ് ആയിക്കോട്ടെ സയൻസ് ആയിക്കോട്ടെ ഏത് സ്ട്രീം എടുക്കുകയാണെങ്കിലും നിങ്ങൾ നോക്കിക്കോ, ഓണം എക്സാം ആകുമ്പോൾ നിങ്ങളുടെ ക്ലാസ്സിലെ പകുതി കുട്ടികളും സിലബസ് തീർത്തിട്ടുണ്ടാവില്ല. സിലബസ് തീർക്കുക കറക്റ്റ് ടൈമിൽ. ഓണം എക്സാം മുമ്പ്, അത് ക്രിസ്മസ് അതിന് പബ്ലിക് എക്സാമിൻ്റെ സിലബസ് ജാനുവരിക്ക് മുമ്പ് തീർത്തിരിക്കണം. ജാനുവരിയിലല്ല, ജാനുവരിക്ക് മുമ്പ് തീർത്തിരിക്കണം.
ഇത് നിങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ വേണം തീർത്തോ. നിങ്ങൾ ഭയങ്കര പഠിച്ച് കുറേ ചോദ്യങ്ങൾ ചെയ്തിട്ടൊന്നല്ല, സാധാരണ രീതിയിൽ തീർത്താൽ മതി. പഠിച്ച് തീർക്കുക, അത് നിങ്ങൾ തോക്കില്ല, ഗ്യാരണ്ടി. അതൊരു നല്ലൊരു ഫീലിംഗ് അല്ലേ, ഞാൻ തോക്കില്ല. പിന്നെ അതിൻ്റെ മുകളിൽ 80%, 90% ഒക്കെ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ അതിൻ്റെ എക്സ്ട്രാ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. ഓൾറെഡി നമ്മൾ ഓറിയൻറ്റേഷനിൽ പറഞ്ഞതാണ്. ക്ലാസ്സിൽ വന്നിരിക്കുക, അതിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്യുക, വർക്ക്ഷീറ്റ് അത് ഇത് കാരണം വീണ്ടും വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല, അത് പോയി നിങ്ങൾ ആ ഓറിയൻറ്റേഷൻ കാണാം. പക്ഷെ നമ്മുടെ ഇന്നത്തെ വിഷയം തോക്കാതിരിക്കണം, ഇത് ചെയ്തേ പറ്റുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾ ഇതൊക്കെ കേട്ടിട്ടും അത്ര പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തോക്കൊന്നുമില്ല, കാരണം ഞാൻ 10ാം ക്ലാസ്സിൽ A+ വാങ്ങിച്ച ആളാണല്ലോ, അല്ലെ 10ാം ക്ലാസ്സിൽ ഞാൻ പാസ്സായ ആളാണല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ 10ാം ക്ലാസ്സിൽ പാസ്സായവരാണ് ഈ +1 +2 തോക്കുന്നത്. അതൊന്നും മനസ്സിലാക്കണം, കോമൺ സെൻസ് ഉണ്ടാവണം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ചെയ്യാതെ ഇങ്ങനെ പോയി ഓണം എക്സാം അതിൻ്റെ സിലബസ് തീർത്തില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ തോക്കുന്നല്ല, പക്ഷേ നിങ്ങൾ തോക്കാനുള്ള ചാൻസ് ഒരു 5%, 0% അല്ല 5% നിങ്ങൾ തോക്കാൻ ചാൻസ് ഉണ്ട്. ക്രിസ്മസിന് നിങ്ങൾ സിലബസ് തീർത്തില്ലെങ്കിൽ അത് 10%-ലേക്ക് ഉയരും. അങ്ങനെ പബ്ലിക് എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾ കറക്റ്റ് ടൈമിന് മോഡൽ എക്സാമിനൊന്നും സിലബസ് പല കുട്ടികളും ചെയ്യാറില്ല. തീർത്തില്ലേ നിങ്ങൾ 20% നിങ്ങളുടെ വീണ്ടും ആ ചാൻസ് കൂടി. അങ്ങനെയൊക്കെയാണ് ഈ കുട്ടികൾ തോക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഈ കുട്ടികൾ തോക്കുന്നത് അവർ ആഗ്രഹിച്ച് തോക്കുന്നതാണ്. അല്ല, അവർ ജയിക്കാൻ വേണ്ടിയിട്ടാണ് പഠിച്ചത്. പക്ഷെ അവർ നെവർലെസ് അവർ തോറ്റു. കാരണം എന്താണ്? കാരണം ഈ സിലബസ് കംപ്ലീഷൻ നടക്കുന്നില്ല. അവസാനത്തെ 2 മാസം അല്ല 1 മാസം കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, തലകുത്തന്നെ ഇരുന്ന് പഠിക്കും. എന്തിൻ്റെ ഹോപ്പിൽ? 10ാം ക്ലാസ്സിൽ അങ്ങനെ ചെയ്തല്ലോ, അപ്പോൾ അതുപോലെ +1 +2 നടക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെയ്യും. പക്ഷെ 10ാം ക്ലാസ് അല്ല +1 +2, കൂടുതൽ പഠിക്കാറുണ്ട്, കൂടുതൽ ലെവൽ വേറെ ലെവലിലാണ്. ഒന്നാമത് സിലബസ്, അതിന് മുകളിൽ പേപ്പർ വേറെ ലെവലിലാവും. നടക്കില്ല, നടപടിയാവുന്ന കാര്യമല്ല. അപ്പോൾ സിലബസ് കംപ്ലീഷനാണ് ഇതിൻ്റെ മെയിൻ പരിപാടി. അത് ചെയ്താൽ 0%-ലാക്കാം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴേ ഉറപ്പിച്ച് വെച്ചോളാം. സിലബസ് കംപ്ലീഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ റോഡ് മാപ്പ് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. റോഡ് മാപ്പ് വീഡിയോ കണ്ടിട്ടില്ലേ തീർച്ചയായും നമ്മുടെ ചാനലിൽ എടുത്തിട്ട് കാണാം, എപ്പോഴാണ് എന്ത് തീർക്കേണ്ടതെന്നുള്ള കാര്യം. ഓക്കെ, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ഉദ്ദേശം ഒരിക്കലും നിങ്ങളെ പേടിപ്പിച്ച് വിടാനല്ല, റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കണം. ഒരു +1-ലേക്ക് കടന്ന വിദ്യാർത്ഥികൾ നിലയിൽ 10ാം ക്ലാസ്സിലെ ആ കുട്ടിക്കളിയെ കുറച്ച് കുട്ടിക്കളി മാറ്റണമെന്നല്ല, കുട്ടി മെൻറ്റാലിറ്റി മാറ്റി കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്യണം, റിയൽ എന്നുള്ള രീതിയിൽ റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾ ചിന്തിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. ഇത് പറയാതിരുന്നാൽ വീണ്ടും ഇനി കുട്ടികൾ തോറ്റുകൊണ്ടിരിക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അങ്ങനെ സംഭവിക്കരുത് എന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. അതിൻ്റെ സൊല്യൂഷനും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സൊല്യൂഷൻ ചെയ്യുന്നവർക്ക് 100% ഗ്യാരണ്ടീഡാണ് ഞാൻ പറഞ്ഞ കാര്യം, തോക്കില്ല നിങ്ങൾ. ഓക്കെ, ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം, ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാം. അത്രേ പറയാനുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, ഓരോരോ ചാപ്റ്ററായിട്ട് നടന്നുകൊണ്ടിരിക്കുകയല്ലേ അവിടെ സംസാരിക്കാം. ബൈ ബൈ, ടേക്ക് കെയർ.